അത് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി ആ മുകളിലുണ്ടായിരുന്ന കുന്നിൻ മുകളിലുണ്ടായിരുന്ന ചൈനീസ് പട്ടാളം ഇദ്ദേഹത്തെ വളയുകയും ഇദ്ദേഹത്തെ വെടിവെച്ച് കൊന്നതിന് ശേഷം കഴുത്തറുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അതൊന്നൊരു ക്ഷേത്രമാണ്, ജസ്വന്ത് സിംഗിൻ്റെ ക്ഷേത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സെല്ലാം രാവിലെ അയൺ ചെയ്ത് ഭംഗിയായിട്ട് അവിടെ വെക്കും, ഷൂസെല്ലാം പോളിഷ് ചെയ്ത് വെക്കും. പക്ഷേ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ഈ ഷർട്ട് യൂണിഫോം മുഴുവൻ ഉടഞ്ഞിരിക്കും, അതായത് ഉപയോഗിച്ചത് മാതിരി. സേല പാസിലെത്തുന്ന എല്ലാ യാത്രക്കാർക്കും ഭക്ഷണം തരാനുള്ള സംവിധാനവും കുടിവെള്ളം തരാനുള്ള സംവിധാനവും പട്ടാളം ഒരുക്കിയിട്ടുണ്ട്. അതുവഴി കടന്നു പോകുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ഭാരതത്തിൻ്റെ ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് തവാങ്ങിലാണ്. തവാങ്ങിൽ ചെറിയൊരു സ്കൂളിൽ ഞങ്ങൾ പോകാൻ സാധിച്ചു. തിരുവനന്തപുരത്ത് കൊണ്ടുപോയ ഒരു കമ്പ്യൂട്ടറും കുറേ നോട്ട് ബുക്കും എല്ലാം ഞങ്ങളവിടെ കൊടുത്തു. അപ്പോൾ ആളുകളെല്ലാം ഈ സ്കൂളിന് ചുറ്റുമാണ് താമസം, സ്കൂൾ കെട്ടിടങ്ങളിലും ഒക്കെ ചേർന്നാണ് താമസം. ഗവൺമെൻറ് ഇവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത്. ഈ 468 ആളുകൾ മാത്രമേ ഉള്ളൂ, കുട്ടികളും മുതിർന്നവരെല്ലാമായിട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു 120 വയസ്സുള്ള ഒരു വൃദ്ധയായിട്ടുള്ള അമ്മയെ കണ്ടു. കാഹോ എന്നൊരു വില്ലേജുണ്ട്, ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ പറയും, അവർ പറയും ഫസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന് പറയും. മണിപ്പൂരിൽ ചില വംശീയ കലാപങ്ങൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ ദേശീയതയുടെ ഒരു കാറ്റ്, ഇന്ത്യനൈസേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ പട്ടികൾ പുറത്തു പോവുക എന്ന ചുവരെഴുത്ത് കാണാമായിരുന്നു. ഹായ് ഹലോ, വെൽക്കം ടു ഇൻഫൈൻ പ്ലസ്. ഇന്ന് നമ്മോടൊപ്പമുള്ള ഗസ്റ്റ് തപസ്യയുടെ ജില്ലാ പ്രസിഡൻറ്റും മുൻ സെൻസർ ബോർഡ് അംഗവുമായ KV രാജേന്ദ്രൻ ചേട്ടനാണ്. സ്വാഗതം. നമസ്കാരം. അപ്പം ചേട്ടൻ്റെ നിരവധി യാത്രകൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു യാത്രാ അനുഭവമാണ് നമുക്ക് പങ്കുവയ്ക്കാൻ സമ്മതിച്ചത്. അപ്പോൾ ചേട്ടനൊന്ന് പറയാമോ, എവിടെയാണ് ഈ ഒരു അടുത്ത സമയത്ത് ചേട്ടൻ ഏറ്റവും ടച്ച് ചെയ്ത ഒരു? ഓരോ യാത്രകളും ഓരോ അനുഭവമാണ്. അത് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ചിലപ്പോൾ ആധ്യാത്മികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു തരത്തിലായിരിക്കാം. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് നടത്തിയ യാത്രയിൽ എനിക്കേറെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ എക്കാലം ഓർക്കാൻ സാധിക്കുന്നത് ബുംല പാസിലേക്ക് നടത്തിയ യാത്രയാണ്. ആസാമിലൂടെ അരുണാചൽ പ്രദേശിൽ കയറിയിട്ട് അവിടെ നിന്ന് പോയ യാത്ര ഏറ്റവും സുന്ദരമായ ഒരു 14,500 അടി ഉയരത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും ഉള്ള ഒരു സ്ഥലം, സദാ മഞ്ഞ് മൂടി കിടക്കുന്നൊരു സ്ഥലം. ചൈനീസ് പട്ടാളവുമായി നമുക്ക് നേരിട്ട് പോയി സംസാരിക്കാൻ സാധിക്കുന്ന, അവരുടെ അടുത്ത് എത്താൻ കഴിയുന്ന ഒരു സ്ഥലം. അത് ഭാരതത്തിൻ്റെ അരുണാചൽ പ്രദേശിൻ്റെ തവാങ് ജില്ലയ്ക്ക് ഏകദേശം 50 കിലോമീറ്റർ അപ്പുറത്തേക്കാണ്. ടിബറ്റിൻ്റെ സോണാഡോങ്കി എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിൽ നിന്നും ആണ് ഇത് ചുരം തുടങ്ങുന്നത്. നമ്മുടെ ഈ ബുംല പാസ് എന്ന് പറയുന്നത് തന്നെ ഒരു ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ വളരെ വൈകാരികമായൊരു സ്ഥലമാണ്. അതിലെത്തുന്നതിന് മുമ്പ്, തവാങ്ങിലെത്തുന്നതിന് മുമ്പ് കാണുന്ന സേല പാസ്. സേല പാസ് 1962 ചൈനയുടെ യുദ്ധം ഏറ്റവും കൂടുതൽ നാശം വിതച്ച, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഇന്ത്യയെ ആക്രമിച്ച ഒരു സ്ഥലമാണ് ഈ ബുംല പാസ്. ഏറ്റവും വലിയ യുദ്ധം നടന്ന സ്ഥലമാണ്. നിരവധി പ്രദേശങ്ങളുണ്ട്, അതിൽ സേല പാസ്. ഈ സേല എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ പേരാണ്, ഒരു അവിടുത്തെ കാസി സമുദായത്തിലെ ആദിവാസി സമുദായത്തിലെ പെൺകുട്ടിയുടെ പേരാണ്. അതായത് എല്ലാ പട്ടാളക്കാരും മരിച്ചു. ഒരു കുന്നിൻ്റെ ചെരുവിലുള്ള ഒരു സ്ഥലത്ത് ഇന്ത്യയിലെ ഒരു റൈഫിൾമാൻ ജസ്വന്ത് സിംഗ്, അദ്ദേഹം മാത്രം ഇങ്ങനെ പ്രതിരോധിച്ച് നിൽക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ വെടിയുണ്ടകൾ ഏകദേശം തീരാറായി, ഭക്ഷണമെല്ലാം തീർന്നു, 4-5 ദിവസമായി. ഈ സമയത്ത് കയ്യിലുണ്ടായിരുന്ന വെടിയുണ്ട കൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റിൽ നിന്ന് മലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ചൈനക്കാർക്ക്, ചൈനീസ് പട്ടാളത്തിന് നേരെ ഉതിർത്തിട്ട് അവിടെ നിന്ന് ഇഴഞ്ഞു നീങ്ങി അടുത്ത ഒരു തുരങ്കം ഉണ്ടല്ലോ, അവിടെ നിന്നിട്ട് വെടിവെക്കും. ഇപ്പോൾ 2-3 സ്ഥലങ്ങൾ മാറി മാറി ഇങ്ങനെ വെടിവെക്കുമ്പോൾ മുകളിൽ നിന്നിരുന്ന ചൈനക്കാരുടെ ഒരു താല്പര്യം, അല്ലെങ്കിൽ അവർക്ക് തോന്നിയിരുന്നത് ഒരുപാട് പട്ടാളക്കാർ ഇനി അവശേഷിക്കുന്നു ഇന്ത്യൻ ഭാഗത്ത് എന്നാണ് ധരിച്ചിരുന്നത്. അങ്ങനെ ഈ ജസ്വന്ത് സിംഗിന് ഭക്ഷണവും കൊണ്ടുവന്ന സേല എന്ന പെൺകുട്ടിയെ പട്ടാളക്കാരൻ പിടിച്ചു, ചൈനീസ് പട്ടാളം പിടിച്ചു. അപ്പോൾ അവളുടെ കയ്യിൽ ഒരാൾക്ക് കഴിക്കാനുള്ള ചപ്പാത്തിയും കറിയുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭാഗത്ത് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി
ആ മുകളിലുണ്ടായിരുന്ന കുന്നിൻ മുകളിലുണ്ടായിരുന്ന ചൈനീസ് പട്ടാളം ഇദ്ദേഹത്തെ വളയുകയും ഇദ്ദേഹത്തെ വെടിവെച്ച് കൊന്നതിന് ശേഷം കഴുത്തറുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. തല കൊണ്ടുപോയി. ക്രൂരമായിട്ടുള്ള ഒരു ഇതായിരുന്നു. ആ തല ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. അതിന് പകരം ഇന്ത്യ ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ തല വെങ്കലത്തിലുണ്ടാക്കിയിട്ട് തിരിച്ചു വന്നു. അതൊന്നൊരു ക്ഷേത്രമാണ്, ജസ്വന്ത് സിംഗിൻ്റെ ക്ഷേത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സെല്ലാം രാവിലെ അയൺ ചെയ്ത് ഭംഗിയായിട്ട് അവിടെ വെക്കും, ഷൂസെല്ലാം പോളിഷ് ചെയ്ത് വെക്കും. പക്ഷേ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ഈ ഷർട്ട് യൂണിഫോം മുഴുവൻ ഉടഞ്ഞിരിക്കും, അതായത് ഉപയോഗിച്ചത് മാതിരി, ഷൂസൊക്കെ ചെളി പിടിച്ചിരിക്കും. അവിടുത്തെ പട്ടാളക്കാർ പറയുന്നത് രാത്രിയിൽ പട്രോളിങ്ങിന് പോകുന്ന പട്ടാളക്കാർ എവിടെയെങ്കിലും ഒന്ന് നിന്ന് വിശ്രമിച്ച് കണ്ണൊന്ന് മയങ്ങിയാൽ ആരോ പുറത്തു വന്ന് തട്ടുമെന്നാണ്. അപ്പോൾ ജസ്വന്ത് സിംഗിന്, ആ റൈഫിൾമാന് ഇപ്പോഴും വലിയൊരു വീരപരിവേഷമുണ്ട്, ദൈവിക പരിവേഷമുണ്ട്. ആ ക്ഷേത്രം നമ്മുടെ കണ്ണ് നനയിക്കും. അദ്ദേഹം അവസാനമായിട്ട് വെടിയേറ്റ് വീണ്ട ഒരു മരമുണ്ടായിരുന്നു. ആ മരം ഇങ്ങനെ ഉണങ്ങി അതിൻ്റെ ബാക്കി പത്രം മാത്രം അവിടെ ഉണ്ട്. എന്നാലും ആ മരത്തിൻ്റെ കുറ്റി അവിടെ നിൽപ്പുണ്ട്. അവിടെയാണ് ക്ഷേത്രത്തിനകത്ത് മരമുണ്ട്. ഈ മരത്തിൻ്റെ ചോട്ടിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ കഴുത്തറുത്ത് കൊണ്ടുപോകുന്നത്. അവിടെ നിത്യേന പൂജയുണ്ട്. അവിടെ ആ സേല പാസിലെത്തുന്ന എല്ലാ യാത്രക്കാർക്കും ഭക്ഷണം തരാനുള്ള സംവിധാനവും കുടിവെള്ളം തരാനുള്ള സംവിധാനവും പട്ടാളം ഒരുക്കിയിട്ടുണ്ട്, അതുവഴി കടന്നു പോകുന്നത്. അപ്പോൾ ആ സേല പാസിലെ ജസ്വന്ത് സിംഗിൻ്റെ ക്ഷേത്രത്തിൽ തൊഴുത് അവിടെ ചെല്ലുമ്പോൾ നല്ല മധുരമുള്ള ഒരു പായസം എന്ന് പറയാൻ പറ്റില്ല, ഈ നമ്മുടെ മഞ്ഞ നിറമുള്ള ഒരു സാധനമുണ്ട്, എനിക്കതിൻ്റെ പേര് ഞാൻ മറന്നു, ഈ റവയിലുണ്ടാക്കുന്നത്. അത് നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ തരും പ്രസാദമായിട്ട്. കേസരിയാണ് കഴിക്കാൻ തരിക. അപ്പോൾ ഈ തണുപ്പത്തെ മധുരം കിട്ടുമ്പോൾ തണുപ്പ് കുറയുമെന്നാണ്. അവിടെ നമുക്ക് വിശ്രമിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ബുംല പാസിലേക്ക് പോകാം. ബുംല പാസിലേക്ക്, സേല പാസിൽ നിന്നും ബുംല പാസിലേക്ക് പോകുമ്പോൾ ഈ സേല പാസ് എന്ന് പേര് വരാൻ തന്നെ കാരണം ഈ സേല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടിയില്ലേ, ജസ്വന്ത് സിംഗിന്, റൈഫിൾമാനായിട്ടുള്ള ജസ്വന്ത് സിംഗിന് ആഹാരം എത്തിച്ചു കൊടുത്ത ഒരു പെൺകുട്ടി. നമ്മുടെ ഇപ്പോൾ ഇന്നലെയും മെനയാന്നുപോലെ പത്രങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാകും, ശ്രാവൺ എന്ന് പറയുന്ന ഒരു പയ്യൻ, 10 വയസ്സുകാരൻ, നമ്മുടെ പഞ്ചാബ് അതിർത്തിയിലുള്ള ഒരു ജില്ലയിൽ പട്ടാളം ചൈനയുടെ പാകിസ്ഥാൻ അയച്ച ഡ്രോണുകൾ വെടിവെച്ചിടാൻ വേണ്ടി ഗോതമ്പ് വയലേലകൾ നിൽക്കുമ്പോൾ അതിർത്തി ഗ്രാമത്തിലുള്ള ഒരു വീട്ടിൽ നിന്ന് 10 വയസ്സുകാരൻ ഈ കൊടും വെയിലത്ത് നിൽക്കുന്ന പട്ടാളക്കാർ കുടിക്കാൻ വേണ്ടി ഐസ് വാട്ടറും അതുപോലെ തന്നെ മോരും ലസ്സിയും എല്ലാം കൊണ്ടുപോയൊരു കഥ ഇന്നലെ പത്രത്തിലുണ്ടായിരുന്നു. അയാളെ ആ കുട്ടി പട്ടാള ഉദ്യോഗസ്ഥർ ആദരിക്കുന്നതൊക്കെ കണ്ടു. അപ്പം ഇതുപോലെ എല്ലാ കാലത്തും പട്ടാളക്കാരെ സഹായിക്കാൻ ജീവൻ പണയം വെച്ച് നിൽക്കുന്ന നമ്മുടെ ശ്രാവണിനെ പോലെ ഒരാളായിരുന്നു ഈ സേല പെൺകുട്ടിയാണെന്ന് മാത്രം. അവളുടെ പേരാണ് ഈ വഴിക്കിട്ടുള്ളത്. പിന്നെയാണ് റോഡ് വന്നത്, പിന്നെയാണ് അന്ന് റോഡൊന്നും ഉണ്ടായിരുന്നത്, പിന്നെയാണ് വലിയ വീതി കയറി, ഇപ്പം വിശാലമായ ഹൈവേ ആണ്. ഹൈവേക്ക് കിട്ട പേര് സേല പാസ് എന്നാണ്. അത് ഈ സേലയുടെ പേരാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ തൊഴുത് ഇദ്ദേഹത്തിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി പോയി കഴിഞ്ഞാൽ അപകടമൊന്നും പറ്റില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. അത് കഴിഞ്ഞിട്ട് തവാങ് മനോഹരമായ നിഗൂഢതകളേറെ ഒളിപ്പിച്ചു വച്ച ഒരു പട്ടണമാണ്. അവിടെ ചെല്ലുമ്പം കാണാൻ കഴിയുന്നത്, നമ്മളിപ്പോൾ ഈ പട്ടണത്തിൽ നിന്ന് മാറി അല്പം ഒരു ഗ്രാമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബുദ്ധ വിഹാരമുണ്ട്. ആ ബുദ്ധവിഹാരത്തിൽ ധാരാളം മദ്യക്കുപ്പികളൊക്കെ ഇങ്ങനെ കൊണ്ട് നിരത്തി വെക്കുന്നു. ഒരിക്കൽ തവാങ്ങും ചൈന അരുണാചൽ മൊത്തത്തിൽ അവകാശപ്പെട്ടതാണ്. തവാങ് മാത്രമല്ല, അരുണാചൽ പ്രദേശ് തന്നെ ചൈനയുടെ ഭാഗം എന്ന് പറയുന്നത്. ഈ മദ്യക്കുപ്പികളൊക്കെ നിരത്തി വെച്ചു. ഒരു തരം ബ്രെഡ് ഇങ്ങനെ ഇഷ്ടം പോലെ കൊണ്ടുപോയി അതുവഴി പോകുന്ന യാത്രക്കാരെല്ലാം ഈ മൊണാസ്ട്രിയിൽ ഇറങ്ങിയിട്ട് മദ്യവും ഈ ബ്രെഡെന്ന് പറഞ്ഞാൽ അവരുടെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു തരം കേക്ക് മാതിരി സാധനവും വാങ്ങിച്ച് അവിടെ വെച്ചിട്ട് പോകുന്നതാണ്. ഇത് രാത്രിയിൽ ആരോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അവരുടെ വിശ്വാസം അനുസരിച്ച് അവിടെ ഒരു മരിച്ചുപോയ ഒരാളുണ്ടെന്നാണ് ഒരു കാരണവർ, അദ്ദേഹം കഴിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. പക്ഷെ മറ്റാരും തൊടാറില്ല. പൊതുവേ ശാന്തശീലരാണ്. മദ്യഷേപ്പുകളൊക്കെ വളരെ കുറവാണ് അവിടെ ഭാഗത്ത്. ഏറ്റവും നല്ല ബുദ്ധ ഭംഗിയുള്ള മൊണാസ്ട്രികളുള്ള, ഞാനൊരു മൊണാസ്ട്രിയിൽ താമസിക്കുകയും ചെയ്തു. ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ഭാരതത്തിൻ്റെ ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് തവാങ്ങിലാണ്. തവാങ്ങിൽ ചെറിയൊരു സ്കൂളിൽ ഞങ്ങൾ പോകാൻ സാധിച്ചു. തിരുവനന്തപുരത്ത് കൊണ്ടുപോയ ഒരു കമ്പ്യൂട്ടറും കുറേ നോട്ട് ബുക്കും എല്ലാം ഞങ്ങളവിടെ കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾക്കുണ്ട്, അവിടെ ഉണ്ടായി. അത് കഴിഞ്ഞ് ബുംല പാസിലേക്ക് പോകുമ്പോൾ ശരിക്കും പട്ടാളത്തിൻ്റെ പെർമിഷനോടെ പോകാൻ പറ്റൂ. പട്ടാളത്തിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഞങ്ങളെ അനുഗമിച്ചിരുന്നു.
അവിടുത്തെ ഒരു ജില്ലാ ലേബർ ഓഫീസറും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്രയ്ക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടായില്ല. പൈലറ്റായിട്ട് പട്ടാള വാഹനം ഞങ്ങളെ കൊണ്ടുപോയിരുന്നു. അങ്ങനെ വളരെ മനോഹരമായ ഈ സ്ഥലം 2 സൈഡും മുഴുവൻ മഞ്ഞ് നിറഞ്ഞു കിടക്കുകയാണ്. ആ മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന ഈ സ്ഥലത്ത് നടുക്ക് ടാർ ചെയ്ത ഭാഗം മാത്രമാണ് ദിവസവും ഇങ്ങനെ ഓരോ മണിക്കൂറിനിടവിട്ട് ബുൾഡോസർ വെച്ച് മഞ്ഞ് നീക്കും. മഞ്ഞ് നീക്കിയിട്ടാണ് പോകുന്നത്. അങ്ങ് ബുംല പാസിലെത്തുമ്പോൾ കാണുന്നത് ഏതോ ഒരു വെള്ള നിറമുള്ള കൊട്ടാരത്തെ, അല്ലെങ്കിൽ ചുറ്റും വെള്ളയാണ്, വേറൊന്നും ഒരു നിറങ്ങളുമില്ല, മരങ്ങളോ പിന്നെ പച്ചപ്പോ ഒന്നുമില്ല, വെറും വെള്ള. എൻ്റെ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്, ധാരാളം ഫോട്ടോസുണ്ട്. അവിടെ നമുക്കിങ്ങനെ കാണാൻ പറ്റും പാറകളും. പിന്നെ ആകെയുള്ളത് ഇന്ത്യൻ ഭാഗത്ത് കാണുന്ന ഇന്ത്യയുടെ മിലിറ്ററിയുടെ ഒരു ഓടുമേഞ്ഞ കെട്ടിടവും ചൈനയുടെ ഭാഗത്ത് കാണുന്ന ഒരു ബുംലയുടെ ഈ കാങ്ടോ ഈ റീജിയന്റെ ഒരു പ്രത്യേകത തന്നെ ഒരു പറയുന്നത് ഈ ഭയങ്കരമായ വെളുത്ത മഞ്ഞാണ്, മുഴുവൻ മഞ്ഞാണ്. മഞ്ഞൾ അവിടുത്തെ മഞ്ഞിങ്ങനെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വരെ കട്ടിപിടിച്ച മഞ്ഞല്ല, ഒരു റൂമിക്കരി മാതിരി നമുക്കിങ്ങനെ വാരി കയ്യിലെടുക്കാം. അതിൻ്റെ പുറത്ത് കിടന്ന് ഞങ്ങളിങ്ങനെ ഉരുണ്ടിട്ടുണ്ട്. പക്ഷേ ഭീകരമായൊരു തണുപ്പ് അനുഭവപ്പെടുന്നില്ല. അല്ലെ ഇവിടുത്തെ ഐസ് മാതിരി ഇങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അലിഞ്ഞ് വെള്ളം പോലെ വരുന്ന ആ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നു. റൂമിക്കരി മാതിരി അല്ലെങ്കിൽ തുറതുറ ഇങ്ങനെ ഉമി മാതിരി കിടക്കുന്ന ഐസാണ്, നല്ല രസമുള്ളതാണ്. അവിടെ വെള്ള യൂണിഫോം ഇട്ട ചൈനീസ് പട്ടാളം അതിർത്തിയിൽ നിൽപ്പുണ്ട്, ഇന്ത്യൻ പട്ടാളക്കാരുമായിട്ട് സംസാരിച്ച് നിൽപ്പുണ്ട്. ഞങ്ങൾ പോയ ദിവസം തന്നെ അവിടെ എന്തോ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നുണ്ട്. അതുകൊണ്ട് അല്പം സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചൈനയുടെ ഭാഗത്ത് ഇറങ്ങി നിന്ന് ചൈനീസ് പട്ടാളക്കാരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ ഞങ്ങൾക്കത് നിഷേധിച്ചു. എന്ന് വെച്ചാൽ ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട്, എന്തോ ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണോ അതോ ചൈനയുടെ ഭാഗത്ത്? ചൈനയുടെ ഭാഗത്ത് നിന്ന് അവിടെ നിഷേധിച്ചു. അവർ വെള്ള യൂണിഫോമാണ്, ഇന്ത്യൻ പട്ടാളം സാധാരണ യൂണിഫോമാണ്. ആ പ്രദേശത്ത് നമ്മൾ നോക്കിയാൽ ചതിയുടെ ലക്ഷണം കൂടിയല്ലേ? അതെ, വെള്ള അറിയത്തില്ല, തിരിച്ചറിയത്തില്ല. ഇങ്ങനെ പരന്ന് കിടക്കുന്ന എത്രയോ കിലോമീറ്ററുകൾ പരന്ന് കിടക്കുന്ന ഐസ് മലകളും അല്ല, മല കുറച്ച് ദൂരമേ ഉള്ളൂ, പക്ഷെ നല്ല നിരപ്പായ സ്ഥലമാണ് കാണാൻ സാധിക്കുന്നത്. വളരെ രസകരമായ ഒരു അനുഭവമാണ് ബുംല പാസിൽ തന്നത്. അവിടെ ബുംല പാസിൽ ഞങ്ങൾ താഴെ തവാങ്ങിനും ബുംല പാസിനും ഇടയിലുള്ള ഒരു പട്ടാള ക്യാമ്പിലാണ് താമസിച്ചത്. മലയാളിയായിട്ടുള്ള ഒരു ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ ITBPയുടെ ഒരു വിങ്ങിലാണ് ഞങ്ങൾ താമസിച്ചത്. ശരിക്കും പറഞ്ഞാൽ തണുപ്പെന്ന് പറഞ്ഞാൽ ഭീകരമായ തണുപ്പാണ്. അവിടെ യാത്രികർക്ക് സൗകര്യം യാത്രികർക്ക് പട്ടാളക്കാരുടെ ഗസ്റ്റ് ഹൗസുകൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ മുൻകൂർ അനുവാദം വാങ്ങി വരുന്ന ആളുകൾക്ക്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവിടുത്തെ ഒരു ഓർഗനൈസേഷനുണ്ട്, ഒരു NGO, അതിർത്തികളിൽ പ്രവർത്തിക്കുന്ന സീമാന്ത ചേതന മഞ്ച്, ആസാം ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന സീമാന്ത ചേതന മഞ്ചിൻ്റെ പ്രവർത്തകരായിട്ടാണ് ഞാൻ അവരുടെ കൂടെയാണ് പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഇവർ തന്നിരുന്നു. ആസാം മുതൽ തന്നെ ഞങ്ങൾക്ക് വലിയ സ്വീകരണവും ഗോഹട്ടി മുതൽ തന്നെ ഞങ്ങളെ സ്വീകരിച്ചൊക്കെയാണ് ഒരു യാത്ര അങ്ങനെ കൊണ്ടുപോയത്. അതുകൊണ്ട് വളരെ നല്ല ഒരു അനുഭവം, വളരെ വിശാലമായ ഒരു അനുഭവം നമുക്കവിടെ കാണാൻ സാധിച്ചു. പിന്നെ പട്ടാള ക്യാമ്പിലുള്ള താമസം, ഒരു മലയാളി ഫുഡ്, രാവിലെ ഇഡലിയും ഉഴുന്നോടെയും ചേർത്തുള്ള ഫുഡും ഒക്കെ കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അരുണാചൽ പ്രദേശിൽ നിൽക്കുകയാണെന്നൊരു ഫീലിംഗ് പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ അവിടെ ഈ പട്ടാളക്കാരെ നമ്മൾ സമ്മതിക്കുന്നു, മൈനസ് ഈ കൊടും മഞ്ഞിൽ ഇതൊക്കെ ആണെങ്കിൽ എപ്പോഴാണ് ഈ ചതിയുടെ വെടിപൊട്ടിക്കുന്നതെന്ന് അറിയില്ല. ചൈനയാണ് വിശ്വസിക്കുന്നത്. അവിടെ ഉറക്കമൊഴിഞ്ഞ് കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ ഞങ്ങളുടെ ഒരു ഭാരത് മാതാ പൂജയൊക്കെ നടത്തി. ഈ ചൈനീസ് പട്ടാളം നോക്കി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ കൊണ്ടുപോയ ഇന്ത്യയുടെ ഒരു ഭാരതാംബയുടെ പടമൊക്കെ വെച്ച് വിളക്ക് തെളിച്ച് മാലയൊക്കെ ചാർത്തിയിട്ട് വലിയൊരു പൂജ നടത്തി. അവിടെ ചെറിയൊരു പ്രസംഗമൊക്കെ മലയാളത്തിൽ ഞാൻ നടത്തി. അപ്പം അങ്ങനെ അവിടെ ഭാരത് മാതാ കി ജയ് വിളിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഒത്തുകൂടണം. പട്ടാളക്കാരടക്കം നമ്മളോടൊപ്പം ഒത്തുചേർന്നവർ വല്ലാത്തൊരു വികാരമാണ് അവിടെ. അവിടെ പട്ടാളക്കാരല്ല, വേറെ ആരുമില്ല. പിന്നെ വല്ലപ്പോഴും വരുന്ന സന്ദർശകർ മാത്രമേ ഉള്ളൂ. ചില സമയങ്ങളിൽ ഈ സന്ദർശകരെ നിയന്ത്രിക്കാറുണ്ട്, അവരുടെ യാത്ര നിഷേധിക്കാറുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യൻ സേനയും പിന്നെ ഗ്രാമീണരും തമ്മിലുള്ള സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി അതിർത്തികളിൽ അവരുടെ ദേശീയബോധം വളർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സീമാന്ത ചേതന മഞ്ച് എന്നൊരു NGO ഉണ്ട്. ആ സീമാന്ത ചേതന മഞ്ചിൻ്റെ ആൾക്കാരുടെ കൂടെയാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു നിയന്ത്രണവും ഞങ്ങൾക്ക് ബാധകമായിരുന്നില്ല. എല്ലാ സ്ഥലത്തും പട്ടാളക്കാരുടെ ക്യാമ്പുകളിലായിരുന്നു താമസം, ബുദ്ധ മൊണാസ്ട്രികളിലായിരുന്നു താമസം, പട്ടാളക്കാരായിരുന്നു ഞങ്ങൾ കൊണ്ടുപോയത്. അതുകൊണ്ട് മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു വലിയ ഒരു കാര്യമാണ്
ബുംല പാസ് യാത്ര. അവിടുത്തെ സാധാരണക്കാരുമായിട്ടുള്ളൊരു ബന്ധപ്പെടാനൊക്കെ കഴിഞ്ഞു. സാധാരണക്കാരുമായിട്ട് ഞാൻ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ പോയി. അവിടെ ആകെ 468 വീടുകളെ ആ ഗ്രാമത്തിലുള്ളൂ. അല്ല, 468 ആളുകളേ ഉള്ളൂ ഗ്രാമത്തിൽ ആകെയുള്ളത്. അവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളും ഇവരുടെ കൊയ്ത്ത് നടത്തിയിട്ട് വിളവ് നെല്ലൊക്കെ സ്ഥലവും നമ്മൾ ഈ അറയും എന്നൊക്കെ പറയാറുണ്ട്. അതെല്ലാം ചേർന്നാണ്. അപ്പോൾ ആളുകളെല്ലാം ഈ സ്കൂളിന് ചുറ്റുമാണ് താമസം. സ്കൂൾ കെട്ടിടങ്ങളിലും ഒക്കെ ചേർന്നാണ് താമസം. ഗവൺമെൻറ് ഇവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത്. ഈ 468 ആളുകൾ മാത്രമേ ഉള്ളൂ, കുട്ടികളും മുതിർന്നവരെല്ലാമായിട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു 120 വയസ്സുള്ള ഒരു വൃദ്ധയായിട്ടുള്ള അമ്മയെ കണ്ടു. അവരോടൊപ്പം ഒന്ന് ഫോട്ടോ എടുത്ത് ചടച്ച് വലിഞ്ഞ്. പക്ഷെ അവരുടെ ആ പല്ലില്ലാത്ത മോണകാട്ടിയുള്ള ചിരിയും അവരുടെ ആ ഒരു താല്പര്യവും, പക്ഷെ അവരിപ്പോഴും ഇന്ത്യ എന്ന വികാരത്തെ, ഭാരതം എന്ന വികാരത്തെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ വെടിയൊച്ചകൾ കേൾക്കുന്ന ഈ പ്രദേശത്ത് താമസിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ. എത്ര സംഘർഷങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ അവിടെ പോയി ഒരു ദിവസം നിൽക്കാൻ തന്നെ പേടിയാണ്. ഏത് സമയത്താണ് ചൈനയുടെ വെടിപൊട്ടുന്നത് നമുക്കറിയില്ല. പക്ഷെ അവിടെയാണ് ഈ ഗ്രാമത്തിൽ ഇവർ താമസിക്കുന്നത്. അവർക്കിപ്പോഴും പരാതി എന്താണെന്നറിയാമോ? അവർക്ക് മൊബൈൽ ഫോണിൻ്റെ റേഞ്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ്. റേഞ്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. അപ്പോൾ ആ പരാതി പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്ന് ഭാരതം ആരംഭിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല വാർത്താ വിനിമയ കണക്ടിവിറ്റി അവർക്ക് കിട്ടാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു. കുറേയധികം നാൾ അവിടെ റോഡ് വളരെ പിന്നെ ഹരീഷൻ പറഞ്ഞ വളരെ ശരിയാണ്. എവിടെ നോക്കിയാലും കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഈ മലകൾ തുരന്നുള്ള റോഡുകൾ, നദികൾക്കിടെ കുറുകെ പാലങ്ങൾ കെട്ടിയുള്ള റോഡുകൾ. ഒരു ഉദാഹരണം, കാഹോ എന്നൊരു വില്ലേജുണ്ട്. ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ പറയും. അവർ പറയും ഫസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന് പറയും. ചൈനയുടെ ആദ്യത്തെ വില്ലേജാണ്. അവിടെയാണ് നമ്മുടെ ഈ ഫ്ലാഗ് മീറ്റിംഗ് നടക്കുന്നത്. ആ ഫ്ലാഗ് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് പോകാനുള്ള 5 പേർക്ക് പോകാനുള്ള പെർമിഷൻ കിട്ടി. അതിലൊരാൾ ഞാനും ആയിരുന്നു. പോകാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ ഈ കാഹോ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നമുക്ക്, കാഹോ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ലൈൻ ഓഫ് കൺട്രോളിൻ്റെ നേരെ താഴെ കാണുന്ന ഗ്രാമമാണ്. അവിടെ ചെറിയ കടയൊക്കെ നടന്നൊരു ലേഡിയുണ്ട്. അവർക്ക് പേടിയില്ല. അവർ പറഞ്ഞ് ഞങ്ങൾ 10, 15, 20 വീടുകൾ ഈ ഭാഗത്ത് എല്ലാം കൂടി ഗ്രാമത്തിലുള്ളൂ. ഞങ്ങൾ ദിവസവും ഒരു വൈകുന്നേരം ഒരുമിച്ച് കൂടാറുണ്ട്. രാത്രിയിൽ ഒരുമിച്ച് താമസിക്കാറുണ്ട്. ഒരു അവിടങ്ങളിൽ നിന്നൊക്കെ മാറി. പിന്നെ ഈ മരങ്ങൾ, ഈ നമ്മുടെ ഈ ചെറിയ മുള മാതിരിയുള്ള സാധനം ഉണ്ടല്ലോ, വേ എന്ന് പറയില്ലേ, അത് വെട്ടിയെടുത്തിട്ട് അതുകൊണ്ട് ചൂരൽ കുട്ടകളും മറ്റും നെയ്തുണ്ടാക്കുന്ന ഒരു ഏർപ്പാടാണ് കൂടുതലുള്ളത്. പിന്നെ ചെറിയ ചെറിയ കച്ചവടം, തേയിലത്തോട്ടങ്ങളൊന്നും ആ ഭാഗത്തില്ല. പിന്നെ പട്ടാളക്കാർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവർ കൊടുക്കുന്ന മോണിറ്ററി ബെനിഫിറ്റും ഒക്കെയാണ് ഇവരുടെ താല്പര്യം. പക്ഷേ അവരെ വിശ്വസിക്കാൻ പറ്റുന്ന സത്യസന്ധരായ ആളുകളാണ് അവർ. അവർക്ക് ഇന്ത്യ ഗവൺമെൻറ് ധാരാളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടും സൗജന്യമാണ്. അവരുടെ അതുപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എത്തിക്കുന്നു. അവരുടെ എല്ലാ പിന്നെ ഈ പ്രശ്നങ്ങളും നിത്യജീവിതത്തിൻ്റെ ഭാഗമായി വരുന്ന എല്ലാ ആവശ്യങ്ങളും സർക്കാർ പരിഹരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ വിശേഷം. അവരാകെ പേടിക്കുന്നത് ചൈനയിൽ നിന്നുള്ള ആക്രമണമാണ്. അവിടെ നിന്ന് മാറി നമ്മൾ കുറച്ച് യാത്ര ചെയ്താൽ ഈ ടിബറ്റിൻ്റെയും അതുപോലെ തന്നെ മ്യാൻമാറിൻ്റെയും ഒക്കെ അതിർത്തി പങ്കിടുന്ന ഒരു ജംഗ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഈ റോഡ് ഒരുപക്ഷെ അത് പറഞ്ഞാലൊരു പക്ഷേ നമ്മൾ ഈ വിശ്വസിക്കില്ല. അപ്പുറത്ത് മ്യാൻമാർ, ഇപ്പുറത്ത് ഭാരതം. അപ്പോൾ ഒരു അച്ഛന് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ 4 മക്കളുണ്ട് എങ്കിൽ 2 മക്കൾ താമസിക്കുന്നത് മ്യാൻമാറിലാണ്, 2 മക്കൾ താമസിക്കുന്നത് ഭാരതത്തിലാണ്. ഇങ്ങനെ ഒരു ചില പ്രശ്നങ്ങളും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ പാവപ്പെട്ട മ്യാൻമാർ സ്വദേശികളെ ഉപയോഗിച്ചുകൊണ്ട് ചാരപ്രവർത്തനം സംഘടിപ്പിക്കുന്ന ഏർപ്പാട് ചൈന നടത്തുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ മിലിറ്ററിയും നമ്മുടെ ഈ പിന്നെ സീമാന്ത ചേതന മഞ്ച് പോലെയുള്ള ഓർഗനൈസേഷൻസും എല്ലാം വളരെ ജാഗ്രതയോടെ ഇവരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ അപ്പുറവും ഇങ്ങനെ കടന്നു പോകാൻ ചെറിയ പെർമിറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള വിശാലമായ ഒരു യാത്ര നടത്താൻ പോകണം. അവിടെ നടത്തിയിട്ടുണ്ട്. അതാണ് മനസ്സിലെങ്ങും തങ്ങി നിൽക്കുന്നത്. നിങ്ങൾക്കും വേണമെങ്കിൽ പങ്കെടുക്കാം. അടുത്ത ഡിസംബറിലാണ് ആ യാത്ര. 10 ദിവസമോ 12 ദിവസമോ നീണ്ടു നിൽക്കുന്ന യാത്ര 2 രീതിയിലാണ്. ഒന്ന് ബുംല പാസിലേക്കും, ഒന്ന് ഞാൻ പറഞ്ഞ ഈ ഇതുണ്ടല്ലോ കാഹോയിലേക്കും. അങ്ങനെ 2 സൈഡിലേക്കും യാത്ര. ഒന്ന് അരുണാചൽ പ്രദേശിൻ്റെ വടക്ക് ഭാഗത്തേക്കും, മറ്റൊന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള യാത്രയാണ്. 2 യാത്രയും നമുക്ക് വളരെ സുഖകരമാണ്. അവിടെ ഈ കാഹോ ഗ്രാമത്തിൽ പോകുമ്പോഴാണ് സൂര്യൻ 3 മണിക്ക് ഉദിക്കുന്നൊരു കുന്നിൻ മുകൾ
കാണാൻ പറ്റി. ആദ്യത്തെ സൂര്യോദയം ഇന്ത്യയിൽ കാണുന്നത് ഈ കാഹോവിലെ ഡാങ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഡാങ് അത് വളരെ വളരെ രസകരമായ, ഞങ്ങൾ പോയപ്പോൾ ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പം പുലർച്ചയ്ക്ക് 2 മണിക്ക് തന്നെ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് പതിയെ ഈ വടിയൊക്കെ ഊന്നി, ചെറിയ മലയാണല്ലോ, അങ്ങനെ ഒരു വഴികാട്ടി ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ആദ്യം സൂര്യൻ ഉദിക്കുന്നത് ഇന്ത്യയിൽ ആദ്യം സൂര്യൻ ഉദിക്കുന്ന സ്ഥലം അവിടെയാണ്. പക്ഷെ അതൊരു വല്ലാത്തൊരു കാഴ്ചയാണ്. സൂര്യൻ, നമ്മൾ ഈ കന്യാകുമാരിയിലൊക്കെ സൂര്യോദയം കണ്ടു. പക്ഷെ ഇത് അങ്ങനെ, ഇത് അക്ഷരാർത്ഥത്തിലൊരു കനലിങ്ങനെ ഉയർന്നു. കനൽ തന്നെ, അക്ഷരാർത്ഥത്തിൽ കനൽ. വെള്ളയുടെ ഒരു എഫക്റ്റും കൂടെ ഒന്നുമില്ല. അല്ല, അങ്ങനെയല്ല, ഇതിന്റെ ഇന്റൻസിറ്റി കൂട്ടുന്ന രീതിയിൽ. അതെ, വെളുത്ത നിറം സൂര്യന്റെ ആ ഇന്റൻസിറ്റിയും കൂടെ, കളറിന്റെ ഇന്റൻസിറ്റി കൂട്ടുന്നതാണോ എനിക്കറിയാൻ പറ്റുന്ന, എനിക്ക് ശാസ്ത്രീയമൊന്നും അറിയത്തില്ല. പക്ഷെ എന്നാലും ആ മഞ്ഞിൻ്റെ ഇടയ്ക്ക് ചെറിയ മഞ്ഞ് പെയ്യുന്ന, മഴയല്ല മഞ്ഞ് മഴ പെയ്യുന്ന ആ സമയത്ത് ആ കനലിങ്ങനെ പൊങ്ങി വരുന്ന ഒരു കാഴ്ച, അതൊരു വിവരിക്കാനാവാത്ത, ഞാനൊരു ചിത്രകാരനായിരുന്നെങ്കിൽ, ഒരു കവിയായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാനോ വരയ്ക്കാനോ പറ്റുമായിരുന്നു. അത്ര മനോഹരമായൊരു കാഴ്ചയാണ് അവിടെ ഡാങ്ങിൽ കാണാൻ സാധിക്കുന്നത്. ഇതാണ് യാത്രയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മളിപ്പം കേരളത്തിൽ നിന്നാണ് പോയത്. ഈ 2 സംസ്കാരങ്ങളും തമ്മിലുള്ളൊരു വ്യത്യാസത്തെക്കുറിച്ച് എന്താ ഫീൽ ചെയ്തത്? അത് ഇന്ത്യ, ഭാരതം എന്ന് പറയുന്ന വൈവിധ്യങ്ങളുടെ നാടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് പോയാലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നില്ല. കാരണം ഞാൻ മലയാളിയാണ്, അവർ അരുണാചൽ പ്രദേശിലുള്ള ആളുകളാണ്. എന്നിരുന്നാൽ പോലും ഈ മലയാളിയെയും അരുണാചൽ പ്രദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ത്രെഡുണ്ട്. അതിൻ്റെ പേരാണ് ഭാരതീയത. അതെല്ലായിടവും കാണാം. അതാണ് വിമല പാസിൽ ഞങ്ങൾ ഭാരതാംബയുടെ പടം വെച്ചിട്ട് വിളക്ക് തെളിച്ച് ഒരു വന്ദേമാതരം പാടിയപ്പോൾ ഈ ആളുകൾ, അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരും ഈ സ്ഥലം സന്ദർശിക്കാൻ വന്ന എവിടെയോ ഒക്കെയുള്ള ആളുകൾ, മലയാളികളൊന്നുമല്ല, അവരെല്ലാം കൊണ്ട് ഓടി ഒന്ന് ഉറക്കെ വന്ദേമാതരം വിളിക്കുന്ന ആ കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത് അതുകൊണ്ടാണ്. അപ്പം ഈ ഒരു ഭാഷയോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളോ നമുക്ക് ഫീൽ ചെയ്യാറില്ല. വൈരുദ്ധ്യങ്ങളെല്ലാം വൈവിധ്യങ്ങളാക്കി സ്വീകരിക്കുവാനും ആ വൈവിധ്യങ്ങളെ നമുക്ക് ഒരു എന്താ പറയുക, മനോഹരമായ ഒരു ആസ്വാദന രീതിയിലേക്ക്, ആസ്വദിക്കത്തക്ക രീതിയിലേക്ക് പാകപ്പെടുത്താനും കഴിയുന്നതാണ് എല്ലാ യാത്രകളും. ഈ 120 വയസ്സായ അമ്മയുടെ ഒരു കാര്യം പറഞ്ഞു. അതുപോലെ ഒരു കൊച്ചുകുട്ടി അവിടെ വെച്ച് കണ്ട, ഏറ്റവും ചെറിയൊരു കുട്ടിയുമായിട്ട് സ്കൂളിലോ ഇഷ്ടം പോലെ കുട്ടികളെ കണ്ട് നമ്മുടെ തോളിലൊക്കെ കയറി എന്നിട്ട് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോസിനകത്ത് കിടപ്പുണ്ട്. ഞങ്ങൾ പോയപ്പോൾ അവർക്ക് ആ സ്കൂളിലേക്ക് ചെന്നപ്പോൾ അവരുടെയൊക്കെ കുഞ്ഞു മനസ്സ്, ഇവിടെ നല്ല ചുവപ്പ് നിറമുള്ള, ഈ കവളൊക്കെ ഇങ്ങനെ തുടുത്ത് ചുവന്നിരിക്കുന്ന, ചുണ്ടൊക്കെ നല്ല ഈ മഞ്ഞുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വിണ്ട് കീറിയിട്ടില്ല നിഷ്കളങ്കരായ കുട്ടികൾ, നിഷ്കളങ്ക ബാല്യങ്ങളെ ഇഷ്ടംപോലെ കുട്ടികളെ നമ്മൾ കണ്ടു. അവർക്ക് ഞങ്ങൾ ചെറിയ മിഠായി പൊതികളും അതെല്ലാം കൊണ്ടാണ് പോയത്. അതെല്ലാം കൊടുത്തിരുന്നു. അവരുടെ ആ ഒരു സ്നേഹവും അവരെ നമ്മളെ കണ്ടപ്പോൾ, കാരണം വല്ലപ്പോഴും വന്നെത്തുന്ന ആളുകളാണല്ലോ അതിഥികളെന്ന് പറയുക. അങ്ങനെ ഞങ്ങളെത്തിയപ്പോൾ ഞങ്ങളെ സ്വീകരിക്കാനുള്ള അവരുടെ വ്യഗ്രതയും, പോയ സ്ഥലത്തെല്ലാം സിന്ദൂരൻ തൊട്ടും അപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ ഷാളുകളിട്ടും ഒക്കെയാണ് ഞങ്ങളെ സ്വീകരിച്ചത്. നല്ല രസകരമായ ഗ്രാമത്തിലുള്ള ആളുകൾ. അവിടെ എത്ര ഗ്രാമങ്ങളാണ് സന്ദർശിച്ചത്? 2 ഗ്രാമത്തിൻ്റെ കാര്യമാണ്. ഞങ്ങൾ ഏകദേശം ഒരു 15ഓളം ഗ്രാമത്തിൽ പോയിരുന്നു. അന്ന് അവിടുത്തെ MLA കൂടെ ഒരു യാത്രയിൽ, ബുംല പാസിലേക്കുള്ള യാത്രയിൽ മറ്റേ ലേബർ കമ്മീഷൻ ഉണ്ടായിരുന്നു. ഒരു യാത്ര നമ്മുടെ ഈ കാഹോയിലേക്ക് പോയ യാത്രയിൽ അവിടുത്തെ ഒരു വനിതാ MLA, BJPയുടെ വനിതാ MLA കൂടി ഞങ്ങൾ അനുഗമിച്ചിരുന്നു. പിന്നെ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം അവിടെയൊക്കെ ഉണ്ട്. അവിടെ ഒരു മലയാളി ടീച്ചർ അവിടെ പ്രവർത്തിച്ചിരുന്നു. രാധാ ദീദി എന്നാണ് പേര്. ഇപ്പം തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ ഞങ്ങളെ കൂടെ ഒന്ന് ലേബർ ഓഫീസർ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു സ്കൂൾ കണ്ടപ്പോൾ ഞാനിവിടെ പഠിച്ചത്, എൻ്റെ ടീച്ചർ രാധാ ദീദിയായിട്ട് മലയാളിയാണ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, രാധാ ദീദി എനിക്കറിയുന്ന ആളാണ്. ഞാൻ അവിടെ നിന്നിട്ട് രാധാ ദീദിയെ വിളിച്ചിട്ട് ഫോൺ ഇയാളെ കൊടുത്തു. അയാളുടെ സന്തോഷം കാണുമായിരുന്നു. അപ്പോൾ അങ്ങനെ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഗ്രാമീണ വിദ്യാഭ്യാസം കൊടുക്കാനും ഈ ട്രൈബൽസ് വിഭാഗത്തിലെ കുട്ടികളെ അല്പം മാന്യമായിട്ടുള്ള സിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഹോസ്റ്റൽ സൗകര്യങ്ങളോട് കൂടി നിർത്തി പഠിപ്പിക്കാനും ചെയ്യുന്നുണ്ട്. അങ്ങനെ അരുണാചൽ പ്രദേശിൻ്റെ ഈ ഒരു ഇന്ത്യ വിരുദ്ധ മനസ്സ് ഉണ്ടായിരുന്നുള്ളൊരു കാലഘട്ടത്തിൽ അത് മാറി വരുന്നു. വാസ്തവം പറഞ്ഞാൽ അവിടെ നിന്നാണ് തുടക്കം. ആസാം കഴിഞ്ഞാൽ പിന്നെ അരുണാചൽ പ്രദേശ്. ഇന്ന് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും പോയാലും മണിപ്പൂരിൽ ചില വംശീയ കലാപങ്ങൾ ഉണ്ടായി എന്നതൊഴിച്ചാൽ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ദേശീയതയുടെ ഒരു കാറ്റ്
ഇന്ത്യനൈസേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ പട്ടികൾ പുറത്തു പോവുക എന്ന് ചുവരെഴുത്ത് കാണാമായിരുന്നു. ഷില്ലോങ് കഴിഞ്ഞാൽ നമ്മുടെ ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ ഇല്യൂഷൻ ഇൻ ഇന്ത്യ എന്ന പ്രോഗ്രാമിന് വേണ്ടി പോയി ഇന്ത്യയുടെ പതാക, ഭാരതത്തിൻ്റെ പതാക അഴിച്ചുമാറ്റിയ സംഭവം അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് ആ സ്ഥിതി മാറി. ഇന്ന് ഓപ്പറേഷൻ സിന്ധൂർ നടന്നപ്പോഴത്തെ അവിടെയെല്ലാം ദേശീയ പതാക കയ്യിലേന്തിക്കൊണ്ട് തെരുവുകളിൽ ആഹ്ലാദ പ്രകടനം നടത്തിയ ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതാ ഷില്ലോങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകാനൊരു പേടിയാണ്. പക്ഷെ ഇന്ന് ആ പേടി മാറി. കാശ്മീരിൻ്റെ കാര്യം പറഞ്ഞ മാതിരി ഭീകരവാദത്തിൽ നിന്ന് പതിയെ ജനങ്ങൾ ഈ ഒരു ഇന്ത്യാവൽക്കരണത്തിൽ ഇന്ത്യനൈസേഷൻ നടക്കുന്നു എന്നുള്ളതാണ് സവിശേഷത. അതുകൊണ്ട് തന്നെ ആ ഭാഗം ലാൽ ചോക്കിൽ ഇന്ത്യക്കെതിരെ ഇന്ത്യൻ പതാക പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ വർഷം ഞാനും കുടുംബമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം ലാൽ ചൗക്കിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ പോയിരുന്ന വിശ്രമിച്ച് ലാൽ ചൗക്കിലാണ്. ലാൽ ചൗക്കിലാണ് ഭീകരതയ്ക്കെതിരെയുള്ള ആദ്യത്തെ മുദ്രാവാക്യം മുഴക്കിയത്. അവിടെ നല്ല മാർക്കറ്റ് ഉണ്ട്, നല്ല ഷാളുകൾ മേടിക്കാൻ, കാശ്മീരി ഷാളുകൾ മേടിക്കാൻ പറ്റിയ നല്ല മാർക്കറ്റാണ്. ഏത് സമയത്തും ഇറങ്ങി നടന്ന് ലാൽ ചൗക്കിലോ, അത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, അത് നിങ്ങൾ അവിടെ പോയാൽ അറിയാൻ പറ്റൂ കാശ്മീർ എന്ത് മാറിയെന്നറിയാമോ. വളരെ വളരെ വളരെയധികം നന്ദി ചേട്ടാ. ഈ വളരെ തിരക്കുള്ള ഒരു സമയത്ത് നിന്നും നമുക്ക് ഇത്രയും സമയം നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി.